ഇതാ ഞങ്ങൾ സാധനം അവതരിപ്പിക്കുന്നു. അരുതേ ലഹരി, അരുതേ ലഹരി, അരുതേ. എടാ എന്ത് ബോറാടാ, പഠിക്കുന്നതൊന്നും തലയിലോട്ട് കയറുന്നില്ല. ഈ ഒടുക്കത്തെ പഠിത്തം ഒന്ന് തീർന്ന് കിട്ടിയാ മതി. ശരിയാടാ വിനീത്, എനിക്കാണെങ്കിൽ മാത്സ് തലയിലോട്ട് കയറുന്നതേ ഇല്ല. എന്റെ കാര്യം പറയാതിരിക്കുന്നതാ ബുദ്ധി. എനിക്കിതൊന്നും തലയിൽ കയറുന്നുമില്ല. പക്ഷേ എന്റെ പേരൻസിനെ എന്നെ എഞ്ചിനീയർ ആക്കണം. നീ എഞ്ചിനീയർ ആണെങ്കിൽ ഞാൻ ഡോക്ടർ. അതാണ് എൻ്റെ ഡാഡിൻ്റെ ആഗ്രഹം. നമ്മുടെ ടീച്ചേഴ്സും പാരൻസും ഒക്കെ പറയുന്നത് കേട്ടില്ലേ, പഠിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന്. എൻ്റെ അമ്മോ. എന്താടാ നോക്കി നിൽക്കുന്നത്? ജീവിതമൊക്കെ മടുത്തോ? ശരിക്കും അത് കൊള്ളാം. നിനക്കൊക്കെ പഠിക്കാൻ മാത്രമല്ലേ അറിയൂ. എടാ, ജീവിതം ഇങ്ങനെ പഠിച്ചു പഠിച്ച് തീർക്കാനുള്ളതല്ല. എൻജോയ് ചെയ്യണം, എൻജോയ്. അതിന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. പണമൊക്കെ വരും, നീയൊക്കെ മനസ്സ് വെച്ചാൽ മതി. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. നിങ്ങൾക്ക് ഈ ടെൻഷനൊക്കെ മാറി നല്ല ഫ്രീ ബേർഡ്സായി പറക്കണോ? അതിനെ ഇതായതുകൊണ്ട് അങ്ങോട്ട് പിടിപ്പിക്കും. ശരി, ഞങ്ങൾ പോകുന്നു. ഉപയോഗിച്ച് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. നാളെ ഞങ്ങളിവിടെ കാണാം, വേണമെങ്കിൽ വന്നോളൂ. പക്ഷെ വെറുതെ കിട്ടില്ല കേട്ടോ, നല്ല വില തരേണ്ടി വരും. എടാ, എന്തൊരു സുഖാടാ. ഭാരമെല്ലാം എങ്ങോ പോയതുപോലെ അപ്പൂപ്പൻ താടി പോലെ പറക്കാൻ തോന്നുന്നടാ. ശരിയാടാ, ഈ ട്യൂഷനൊന്നും പോകണ്ട, പഠിച്ചിട്ടൊക്കെ എന്നാ കിട്ടാനാ. ശരിയാടാ, നമുക്ക് അടിച്ചു പൊളിക്കാം. എടാ, ഇന്നാകെ പ്രശ്നമായല്ലോ. ഒരു വക ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഉറക്കം വന്നിട്ടിരിക്കാൻ വയ്യായിരുന്നു. ഞാൻ കണ്ടു നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങുന്നത്. ഒരു കല്യാണത്തിന് പോയെന്ന് പറഞ്ഞതുകൊണ്ട് നീയൊക്കെ ഇപ്പൊ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം പിടിവീഴാതെ നോക്കിക്കോ. അതൊക്കെ പോട്ടെ, ഇന്നലത്തെ സ്ഥലത്തെത്തണ്ടേ? കാശിന് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഞാൻ അമ്മയുടെ അലമാരയിൽ ഇരുന്ന 3000 രൂപ നൈസായിട്ട് ഇങ്ങനെ അടിച്ചു മാറ്റി. നാളെ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ആഹാ, മിടുക്കന്മാർ വന്നല്ലോ. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. മനസ്സിന് എന്തൊരു സുഖമായിരുന്നു. ഒരു ടെൻഷനുമില്ല. ക്ലാസ്സിൽ നല്ല ഉറക്കമായിരുന്നു.
അതാ ഞങ്ങൾ പറഞ്ഞത്, ഇതൊക്കെ ഇതിലും നേരത്തെ അറിയേണ്ടതായിരുന്നു. ചേട്ടാ അതെ, ഞങ്ങളൊരു 3000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. 3000 രൂപയോ? അതുകൊണ്ടൊന്നും ആവില്ല. സാരമില്ല, ആദ്യമായിട്ടല്ലേ, ഉള്ളത് തരാം. അത് പേടിക്കണ്ട, ആരെ കൊന്നിട്ടായാലും നാളെ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പണം കൊണ്ടുവരും. അപ്പോ സ്വർണവും പണവും മോഷ്ടിച്ചിട്ട് നിങ്ങൾ എത്ര ദിവസം പണം കൊണ്ടുവരും? ഏറിയാൽ 1 മാസം. അതിനകം നിങ്ങൾ പിടിക്കപ്പെടും. ഓ അത് ശരിയാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതിനൊക്കെ മാർഗമുണ്ട്. നിങ്ങൾക്ക് ഐഫോണും ബൈക്കും ഒക്കെ വേണോ? ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. നാളെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ നിങ്ങളുടെ ബാഗിൽ വെച്ച് തരും. അത് നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാർക്ക് കൊടുക്കണം. ഇത് വളരെ രഹസ്യമായിരിക്കണം. ഒരു കാരണവശാലും ടീച്ചേഴ്സോ പേരൻസോ അറിയരുത്. ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ നാളെ ഞങ്ങൾ പൈസ കൊണ്ടുവരണ്ടല്ലോ അല്ലേ? വീട്ടിൽ ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. പറ്റുന്നിടത്തോളം കൊണ്ടുപോരെ. ശരി, അപ്പോൾ നാളെ കാണാം. ശരിയാണ്. ഹലോ, മിസ്റ്റർ ബാബു അല്ലേ? അതെ. ഞാൻ സാമിന്റെ ക്ലാസ് ടീച്ചറാണ്. സാം ഈയിടെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല. സാമിന്റെ അമ്മ അവിടെ ഉണ്ടോ? ഒന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഉണ്ടല്ലോ, ഞാൻ കൊടുക്കാം. ഹലോ, ഞാൻ സാമിന്റെ ടീച്ചറാണ്. സാം ഈ അടുത്ത കാലത്ത് വീട്ടിലെങ്ങനെയാ? ഞാൻ ടീച്ചറിനെ കാണാൻ വരാനിരിക്കുമായിരുന്നു. ഭയങ്കര ദേഷ്യമാണ്. രാവിലെ എഴുന്നേൽക്കാനും മടിയാ. ഇപ്പൊ ട്യൂഷന് പോയേക്കുവാ. ട്യൂഷൻ ക്ലാസ്സിലും പല ദിവസം കയറുന്നില്ലാന്ന് ടീച്ചർ പറഞ്ഞു. മാത്രമല്ല ടീച്ചറെ, അവൻ പണം മോഷ്ടിക്കാനും തുടങ്ങി. അയ്യോ, വല്ല കെണിയിലും ചെന്ന് പെട്ടോ? അപ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മോൻ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ശരി ടീച്ചറെ. എടാ, അവിടെ നിൽക്ക്. നിനക്ക് എന്താ പറ്റിയത്? ഓ എനിക്കെന്ത് പറ്റാൻ, പഠിച്ച് പഠിച്ച് ഞാൻ മടുത്തു. മോനെ നിന്റെ ബാഗ് ഇങ്ങത്താ. പിന്നെ തൊട്ടു പോകരുത്. അമ്മയ്ക്ക് എന്തിനാ എൻ്റെ ബാഗ്? അതെന്താടാ? അമ്മയല്ലേ എന്നും നിന്റെ ബാഗ് മേടിച്ചു വെച്ചിരുന്നത്? അതൊക്കെ പണ്ട്. ഞാനിപ്പോ കുഞ്ഞു വാവയൊന്നുമല്ല. ഇത് എവിടുന്നാടാ ഈ മൊബൈൽ? അപ്പയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇതെന്റെ ഒരു കൂട്ടുകാരനെയാ, അവൻ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നതാ. അതിന് താ. എനിക്ക് എന്നാ മോനെ പറ്റിയത്? നിങ്ങളുടെ കള്ളം കണ്ണീരൊന്നും എനിക്ക് കാണണ്ട. മര്യാദയ്ക്ക് ആ ഫോണിൽ കൊടുത്താ. പോടാ ആകാശേ പോടാ. മയക്കുമരുന്ന് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും ഏതാനും വിദ്യാർത്ഥികൾ പോലീസ് പിടിക്കണം. അവരെ ലഹരി വിമോചന കേന്ദ്രത്തിൽ അയക്കാൻ കോടതി നിർദ്ദേശിച്ചു. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ.